കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 22 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറായി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയിക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിവക്കിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാതെ ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭയിൽ അനുസ്മരിക്കുന്ന പിയൂസ് 10 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സഭയുടെ നവീകരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ്. എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കപ്പെടണം. നമുക്കറിയാം, വെളിപാട് പുസ്തകം 21:5, ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. അതെങ്ങനെയാണ് എന്നുള്ളത് അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നവീകരിക്കുമ്പോഴാണ് യഥാർത്ഥ നവീകരണം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവുക. ഈ നവീകരണം നിരന്തരം നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടങ്ങാണ്ട് ഒരു ധ്യാനം കൂടി എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റം വരുത്തിയായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ പിൻബലത്തിൽ മരണം വരെ നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നവീകരിച്ചുയർത്തുവാനുള്ള ആ ഒരു കടമ നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കണ്ടു. ജഫ്തായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യനെപ്പോലെ കുറച്ച് വ്യക്തികൾ ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ എന്തു വലിയ അനുഗ്രഹമായിരിക്കും. ഈ കുടുംബത്തെ പോലെ കുറച്ച് കുടുംബങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ എത്ര വലിയ നേട്ടമായിരിക്കും. അപ്പനും മകളും ഒരുപോലെ നിലകൊണ്ട് ദൈവത്തിന് വാക്ക് കൊടുത്താൽ വാക്ക് പാലിക്കണം. ദൈവത്തോട് നേർച്ച നേർന്നാൽ നേർച്ച നിറവേറ്റണം. നിറവേറ്റാൻ നമ്മളൊക്കെ നേർന്ന പോലെ 10 കൂട് മെഴുകുതിരി കൊടുക്കുന്നതോ പെരുന്നാൾ നടത്തുന്നതോ അതിനേക്കാളൊക്കെ എത്രയോ വില കൊടുക്കേണ്ടി വരുന്നൊരു കാര്യമായിരുന്നു. ആണും പെണ്ണുമായിട്ടൊരു മകളേ ഉള്ളൂ. അവൻ പറഞ്ഞൊരു കാര്യം, യുദ്ധത്തിൽ ജയിച്ച് ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരാൻ ദൈവം അനുവദിച്ചാൽ ആദ്യം എന്നെ എതിരേക്കാൻ വരുന്നത് ആരാണെങ്കിലും അവരെ ഞാൻ കർത്താവിന് ദഹനബലിയായി അർപ്പിക്കും. സ്വന്തം മകളാണ്, വേറെ ഒരു കുഞ്ഞില്ല. അതുകൊണ്ടാണ് നമുക്ക് അവൻ കൊടുത്ത വില ചില്ലറ വിലയൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നേർച്ച നിറവേറ്റാനും അതുപോലെ തന്നെ കർത്താവിന് കൊടുത്ത വാക്ക് പാലിക്കാനൊക്കെ നമ്മൾ തയ്യാറായെങ്കിൽ എല്ലാ കുമ്പസാരത്തിൻ്റെ അവസാനം നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ നമുക്ക് അടുത്ത കുമ്പസാരത്തിന് എന്തേരം സമയം വേണ്ടി വന്നു. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നവരാണോ എന്ന് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്.
വിശുദ്ധ പത്താംപിയൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ ദരിദ്രനായി ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് ദരിദ്രനായി ജീവിക്കണം, ദരിദ്രനായിട്ട് മരിക്കണം. ഇന്ന് പണം ഉണ്ടാക്കാൻ എന്തെല്ലാം തിരിമറികളും കാണിക്കുന്നവരുണ്ട്. വേണേ കുർബാനയ്ക്ക് പോകും, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലോകത്തിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്ത് കാര്യവും കണ്ണടച്ച് സ്വീകരിക്കാൻ തയ്യാറാവുന്നവർ മനുഷ്യന് വേണമെങ്കിൽ നമുക്കറിയാമല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ദാരിദ്ര്യം അത് ജീവിക്കാൻ പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഒരു മാർപ്പാപ്പ എന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാമായിരുന്ന പല സുഖ സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ചൊരു വ്യക്തിയാണ്. അതായിരുന്നു ഇദ്ദേഹത്തെ പോലെ തന്നെ ദാരിദ്ര്യത്തിന് വലിയ സ്ഥാനം കൊടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് പത്താംപിയൂസ്. നമ്മളെയൊക്കെ ശരിക്കും ദൈവം സമ്പന്നരാക്കുന്നത് എങ്ങനെയാണെന്ന് 2 കൊറിന്തോസ് 8:9 വായിച്ചാൽ കാണാൻ പറ്റും. സമ്പന്നനായിരുന്ന ദൈവം നമ്മെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. എവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി സമ്പന്നനാകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗമാണെങ്കിലും ഒരു വിരുന്നുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വചനഭാഗമാണ്. ഞാൻ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, വെറുതെ നിന്നവനെ വിളിച്ച് ഡിന്നർ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അപമാനിച്ച് അവനെ ഇറക്കി വിടുന്നൊരു രംഗം എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? പിന്നീട് ഈ വചനഭാഗത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇവനോട് രാജാവ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ വിവാഹ വസ്ത്രമില്ലാതെ ഇവിടെ കയറി? അവൻ മൗനം അവലംബിച്ചു. സാധാരണ നമുക്ക് തെറ്റുപറ്റുമ്പോഴാണ്. അവൻ മിണ്ടിയില്ല, അവൻ ന്യായീകരിച്ചൊന്നും പറഞ്ഞില്ല. നമ്മളാണ് തെറ്റ് ചെയ്തിട്ട് പിന്നെ ന്യായീകരിക്കും. ഇവനേതായാലും മിണ്ടിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവനെ പുറത്തേക്ക് തള്ളിവിടാൻ പറഞ്ഞത്. എന്തായിരുന്നു അവൻ്റെ തെറ്റ്? അന്നത്തെ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇത് രാജാവിൻ്റെ ഒരു വിരുന്നാണ്. അതിന് ക്ഷണിക്കപ്പെട്ടവർക്ക് അവർക്കിടാനുള്ള വിവാഹ വസ്ത്രം അത് അവർക്ക് നൽകപ്പെട്ടിരുന്നതാണ്. ഇവൻ്റെ തെറ്റെന്ന് പറഞ്ഞാൽ അവനൊന്ന് ആ വിവാഹ വസ്ത്രം ഒന്ന് എടുത്തിട്ട് വരാനായിട്ട് അവൻ മടി കാണിച്ചു. ഇതുപോലത്തെ കുഴിമടിയന്മാരെ ഇന്നും കണ്ടത് വരും. ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എടുത്തു കഴിക്കാൻ പോലും വിസമ്മതിക്കുന്നവർ. അതുപോലെ അലസതയിൽ കഴിയുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തി ഇന്ന് വരും. എങ്ങനെയുള്ളവരുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന നമുക്കറിയാമല്ലോ, ആർക്ക് വേണമെങ്കിലും അതിലേക്ക് വരാൻ പറ്റും. പോയി വഴിയരികിൽ നിൽക്കുന്നവരെ പോലും വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും. പക്ഷേ നമ്മൾ സ്വീകരിക്കുന്ന അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ കാണണമെങ്കിൽ അതിന് നമുക്ക് ജീവിത വിശുദ്ധിയും വിശ്വാസവും സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതില്ലാതെ ബലി അർപ്പിച്ചാൽ ബലി നമുക്ക് അനുഭവമാകണമെന്നില്ല, അനുഗ്രഹപ്രദമാകണമെന്നില്ല. ആ ഒരു കാഴ്ചപ്പാടിൽ തിരുത്തേണ്ടത് തിരുത്തി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.